ആദ്യമായിട്ട് ഡ്യൂട്ടി ചെയ്ത ഫ്ലൈറ്റ് ഏതായിരുന്നു? എന്നെ വിളിക്കുന്നത് പുലർച്ചെ ഒരു 2 മണിക്ക് വിളിച്ചിട്ട് 4 മണീൻ്റെ ഫ്ലൈറ്റ് എങ്ങാണ്ടോ ആയിരുന്നു. 2 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു. യു ആർ പുൾഡ് ഔട്ട് ഫോർ ദ ഫ്ലൈറ്റ്, ഇറ്റ്സ് ഹോങ്കോങ് ലീവ് പറഞ്ഞു. ആദ്യ ഫ്ലൈറ്റ് ഹോങ്കോങ്. ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഊരാം എന്ന നിർദ്ദേശം വരുന്നതിന് ശേഷം മാത്രം ആളുകൾ ഏറ്റ അവസരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചതാ. എനിക്കറിഞ്ഞൂടാ എന്തിനാണ് എണീച്ച് നിൽക്കുന്നത് എന്നുള്ളത്. ഇതിലേറ്റവും മര്യാദയ്ക്ക് പെരുമാറുന്ന ജനവിഭാഗം കൂടിയാണ്. മോശക്കാരെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറയണമെങ്കിൽ മലയാളീസ് തന്നെയാണ്. മര്യാദ ഞെട്ടിക്കും, പക്ഷെ മലയാളീസാണ്. ഇൻഡിഗോ എയർലൈൻസിൽ യാത്ര ചെയ്ത എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് അതിലെ ക്യാബിൻ ക്രൂ. പ്രത്യേകിച്ച് മിടുമിടുക്കികളും ചുണക്കുട്ടികളുമായ ടീനേജേഴ്സ് എന്ന് നമുക്ക് തോന്നുന്ന ക്യാബിൻ ക്രൂ പെൺകുട്ടികൾ. അവരുടെ ജീവിതം എങ്ങനെയാണ്? അവരെങ്ങനെയാണ് അത്തരത്തിൽ ട്രെയിൻഡായത്? അവരെങ്ങനെയാണ് ദൈനംദിനം അവരെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്? ആ കഥകളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഇൻഡിഗോ എയർലൈൻസിലെ ഒരു ക്യാബിൻ ക്രൂ ആയിരുന്ന, ഇപ്പോഴും ക്യാബിൻ ക്രൂ ആയി ജോലി ചെയ്യുന്ന അതുല്യ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അതുല്യയുടെ കഥകൾ കേൾക്കാം. സ്വാഗതം. നമസ്കാരം സർ. യാത്രക്കിടയിൽ യാത്രക്കാരിൽ നിന്നുണ്ടായ ഏറ്റവും മോശം അനുഭവം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. ഒരു പാസഞ്ചർ പുള്ളി പ്രീ ബുക്ക് ചെയ്തൊരു ഫുഡ്, പ്രീ ബുക്കല്ല, പുള്ളിക്ക് ഉപ്മ അങ്ങനെ എന്തോ വേണമായിരുന്നു. ഞാൻ നോക്കി എല്ലാവരുടെ കാർട്ടിലും ഉണ്ടോ എന്നുള്ളത് നോക്കി, അതില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ അതില്ല, പോഹ ഉണ്ട്, അത് തന്നോട്ടെ. ഇനീഷ്യലി ആണ്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ പുള്ളി പറഞ്ഞു മനസ്സോടെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊടുത്തു കഴിഞ്ഞ് ഫ്രണ്ടിൽ ഏതോ ഒരു ക്രൂ ആർക്കോ ഒരു ഉപ്മ ഉണ്ടാക്കി കൊടുത്തു. അതെങ്ങനെ വന്നു എന്ന് അതെനിക്കറിയില്ല. അപ്പോൾ എന്നെ കോൾ ബെല്ല് പ്രസ് ചെയ്ത് വിളിച്ചു. ഞാൻ പോയി. യു സെഡ് ദർ ഇസ് നോ പോഹ റൈറ്റ്, ഉപ്മ റൈറ്റ്, ഐ സോ യുവർ കൊലീഗ് സർവിങ് ഉപ്മ ഇൻ ദ ഫ്രണ്ട് എന്ന്. അപ്പോൾ അവിടെ ഞാനും ക്ലൂലെസ്, അതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ പാർട്ട് ഞാൻ നോക്കി, ഞാൻ കോൺടാക്ട് ചെയ്തു, കിട്ടിയില്ല. മേ ബി ചിലപ്പോൾ ആ പാസഞ്ചർ പ്രീ ബുക്ക് ചെയ്തതായിരിക്കാം, എന്താണെന്നറിയില്ല. പക്ഷെ ആസ് എ പാസഞ്ചർ പുള്ളി ആ ഫുഡ് എടുത്ത് വലിച്ചെറിഞ്ഞു. ഞാൻ കംപ്ലീറ്റ്ലി ഷോക്ക്ഡായിപ്പോയി. എന്ത് പറഞ്ഞാൽ അതൊരു അന്നമാണ്, അത് കളയരുത്. അത് എൻ്റെ മുഖത്തേക്കാണ് എറിയാൻ നോക്കിയത്, അതിൻ്റെ മുഖത്ത് വീണില്ല ഭാഗ്യത്തിന്. അതെടുത്ത് കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്ത, അത് അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതൊന്നും ഐ ഹാവ് നോ ഐഡിയാസ് ഓഫ് വാട്ട് വെന്റ് റോങ്, ബട്ട് വാട്ട് യു ഡിഡ് വാസ് കംപ്ലീറ്റ്ലി അൺആക്സെപ്റ്റബിൾ. അത് പിന്നെ അതിൽ സംസാരിക്കാനൊന്നും കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു, മാറ്റി പോയി. ഇതേപോലെ തന്നെ ഒരു സംഭവം നടന്നത് ഒരു അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആയിരുന്നു. അത് അഹമ്മദാബാദ് ബാംഗ്ലൂർ എങ്ങാനോ, അഗെയിൻ കുറച്ച് വർഷം മുന്നേ. അന്ന് ഞാൻ ഇത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല, 1-2 വർഷം ആവുന്നേ ഉള്ളൂ. ഫുൾ ലോഡ് ഫ്ലൈറ്റാണ്, ഫുൾ ആളുകളും ഫുഡ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ സർവീസ് ഡിഫറെൻറ്റാണ്. അപ്പോൾ അന്ന് അവർക്ക് ചൂസ് ചെയ്യാം ഏത് ഫുഡും ഏത് ബെവറേജും വേണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ സോൺ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ സോണുണ്ട്, എൻ്റെ സ്ഥലത്ത് എന്നെ ആൾക്കാർ സെർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ സോണിലെത്തിയ സമയത്ത് എൻ്റെ സോൺ മൊത്തം ഫുഡ് പ്രീ ബുക്കാണ്. 8 ഉപ്മ ഞാൻ ഒരുമിച്ചിട്ടുണ്ടാക്കുന്നു, 8 മസാല ടീ ഞാൻ ഒരുമിച്ചിട്ടുണ്ടാക്കുന്നു. അതേപോലെ റോബോട്ടിനെ പോലെ ഞാൻ സെർവ് ചെയ്യുന്നത്. ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും എൻ്റെ ഹോട്ട് വാട്ടർ തീർന്നു. അപ്പം ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം അടുത്ത ക്രൂ ഗാലിയിൽ പോയി എടുത്ത് വരണം. അതുവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. എനിക്ക് പോകാൻ വേറെ വഴിയില്ല, ഞാൻ നടുവിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യ. അങ്ങനെ ടൈം ഓൾമോസ്റ്റ് കഴിയാറായി, പ്രിപ്പയർ ഫോർ അറൈവലായി. അപ്പോഴത്തേക്കും നമുക്കെല്ലാം സെക്യൂർ ചെയ്യണം. ഒരു പാസഞ്ചർ, അയാൾക്ക് വലിയ ദേഷ്യം വന്നു. അത് അയാളെ വിചാരിച്ച ഫുഡ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തീർന്നുപോയി. എൻ്റെ ഒന്നുമില്ല, അവിടെ എവിടെ ഇല്ല, തീർന്നുപോയി. ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ലാൻഡ് ചെയ്യാനുമായി. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ തരാത്തതല്ല, അത് സിറ്റുവേഷൻ അങ്ങനെയാണ്, എൻ്റെ സിറ്റുവേഷൻ അതാണ്. അപ്പം ഞാൻ പറഞ്ഞു സാർ അതില്ല, ക്യാഷിനോട്ടോ അങ്ങനെ എന്തെങ്കിലും തരട്ടെ. അയാളങ്ങ് അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. അബ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ യു ആർ ടു സ്ലോ, യു ആർ ദിസ്, യു ആർ ദാറ്റ്, ഉറക്കെ അങ്ങ് ഷൗട്ട് ചെയ്ത് അയാൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനെയും കൂടിയും ഒരു എന്താ പറയുക, പുള്ളി അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു. എന്നിട്ട് ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് പോലും ഞാൻ കൊണ്ടുകൊടുത്ത ഫുഡ് വേണ്ടാത്ത രീതിയിലാക്കി. എന്നെ ആ ക്യാബിനിൽ നിന്ന് അപമാനിച്ചു. ലിറ്ററലി എനിക്ക് കരച്ചിൽ വന്നു. പക്ഷെ ഓഫ്കോഴ്സ് ഞാൻ ആരെ പാസഞ്ചേഴ്സിനെ പോലും ഞാൻ കരയില്ല, എന്നെ സമ്മതിക്കില്ല, ഞാൻ എന്നെ തന്നെ സമ്മതിക്കില്ല. എനിക്ക് സങ്കടം വന്നു. ഓഫ്കോഴ്സ് അത്രയും ആൾക്കാർ നമ്മളിങ്ങനെ നടുവിലിങ്ങനെ നിൽക്കുക, ഒരു എന്തോ കുറ്റം ചെയ്ത പോലെ തന്നെ നമ്മൾ നിൽക്കുക. ഞാൻ കാർട്ടെല്ലാം എടുത്ത് മാറ്റി ബാക്കിയുള്ള പാസഞ്ചേഴ്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, സാർ എനിക്കിത് തരാൻ പറ്റിയില്ല, റീഫണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് എന്തായാലും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. കുറച്ച് ആൾക്കാർ, ബുദ്ധിബോധമുള്ള ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവർ അയാളെ വിശ്വസിച്ച് നിന്നു. അത് അടിയായി.
അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നമ്മളെ അബ്യൂസ് ചെയ്യും. അത് കൺട്രോൾ ചെയ്ത് നമ്മൾ നിൽക്കണം. നമ്മളവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളെ കോൺഫിഡൻസ് പോയി എന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ ഓവർടേക്ക് ചെയ്യും നമ്മളെ. ആ കരച്ചിലും പിഴിച്ചിലും ഒന്നും അവിടെ നടക്കില്ല. അവിടെ ഫേമായിട്ട് നിൽക്കുക. അവിടെ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വരുവാണെങ്കിൽ അവിടെ ഫേംനെസ് കാണിക്കണം, അല്ലെങ്കിൽ അത് കാര്യമില്ല. അവിടെ പിന്നെ നമ്മളെ ഫ്ലൈറ്റാണ്, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റാണ്, ഇന്നത് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ പറ്റുന്നില്ല, ബാക്കി സൊല്യൂഷൻസ് നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യും. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലാത്തവരടുത്ത് ഫേമായിട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. ഈ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിലൊക്കെ നിങ്ങൾ മദ്യം സെർവ് ചെയ്യുന്നില്ലേ? അത് കോംപ്ലിമെന്ററി അല്ലല്ലോ, അതെല്ലാം പെയ്ഡ് അല്ലേ? ഈ മദ്യത്തിന്റെ കൺസംഷൻ എങ്ങനെയാ? അതിലെങ്കിലും നമ്മൾ മലയാളികൾ ഒന്നാം സ്ഥാനത്ത് വരുമോ? അത് കൂടുതൽ മലയാളീസാണ്. അത് ലൈക്ക് ബൈ ചെയ്യുന്നത് മലയാളീസാണ്, കുറച്ചെങ്കിലും ചെയ്യുന്നത്. പക്ഷേ അഗെയിൻ സെക്ടേഴ്സ് ബേസ് ചെയ്തിരിക്കും. ചിലതിപ്പം നമ്മളിപ്പോൾ ഗ്രൂപ്പ് ട്രാവലാണ്, ഒരുപാട് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. അവർ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ കുടിച്ചർമാദിച്ചൊക്കെ പോവും. അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിൽ ഡീസൻ്റ് ആണ്. അതിൽ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡും ഒരു വൈഫും ട്രാവൽ ചെയ്യാം. പുള്ളിക്കാരി ഞങ്ങൾ സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞു. മലയാളിയാണ്. ഞങ്ങൾ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു ഗൾഫ് കൺട്രിയാണ്. അങ്ങനെ ഞങ്ങൾ സർവീസ് കഴിഞ്ഞ് ഞങ്ങൾ കാർട്ട് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ പുള്ളി വന്നിട്ട്, അതെ ഞാൻ മലയാളിയാന്ന് തോന്നുന്നുണ്ട്, എനിക്കൊരു പെഗ് വേണം. ഞാൻ പുറകോട്ട് തപ്പി വന്നു. ഞാൻ എനിക്കൊരു പെഗ് വേണം പറഞ്ഞു. അതിനെന്താ സാർ, ഞാൻ വന്നിട്ട് സെർവ് ചെയ്യാം, എന്നാണ് പൈസ, എങ്ങനെയാണ് കാർഡ് പേയ്മെൻ്റ് ആണോ ക്യാഷ് ആണോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാനിപ്പോൾ തരാം, പക്ഷെ അങ്ങോട്ട് പോകണ്ട. അതെന്താ, അവിടെ എൻ്റെ വൈഫ് എന്നെ ചീത്ത പറയും. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ പുള്ളി ഞാൻ ഇവിടെ നിന്ന് തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞ പുള്ളി വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് വന്ന് പിന്നെ പറഞ്ഞു ഇതാന്ന് പറഞ്ഞ് കുടിച്ചൊക്കെ കഴിഞ്ഞു പോയി. അപ്പം ഞാൻ പറഞ്ഞു അപ്പം സ്മെല്ലടിക്കൂലേ, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പം പുള്ളി പോയി തിരിച്ച് പിന്നെ എനിക്ക് ഒരു 1 hour കഴിഞ്ഞപ്പോൾ പിന്നെയും തിരിച്ചു വന്ന് ഒരു വെഗും കൂടെ പറഞ്ഞ് പൈസ തന്നാൽ ഞാൻ തരാം. പക്ഷെ അതിലും ലിമിറ്റേഷൻസ് ഉണ്ട്. കുറെ ഒരു 3 പെഗ് കൂടുതൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അത് കാശ് തന്നാലും അത് സിറ്റുവേഷൻസ് ഞങ്ങൾ നോക്കണം. ഇപ്പം അവർക്ക് ബോധമില്ലാത്തൊരവസ്ഥയാണ്, ഞങ്ങൾക്ക് അത് ഹാംഫുൾ ആവും തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിനെ ബാധിക്കും. അപ്പം ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് അവരെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്, അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഞങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യണം. അതിൽ കൂടുതൽ തരാൻ പറ്റില്ല. അത് ഞങ്ങൾ കംപ്ലീറ്റ് സേഫ്റ്റി ബേസ്ഡ് ആണ്. അങ്ങനെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടോ? മദ്യപിച്ചിട്ട് റീസെൻ്റ്ലി അബുദാബിയാണെന്ന് തോന്നുന്നു, അബുദാബി ഫ്ലൈറ്റിലാണ് ഞാൻ ചെയ്തത്. പുള്ളി ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്. വന്ന് കഴിഞ്ഞ് ആക്ച്വലി അത് 2 സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞ് പുള്ളി എന്തൊക്കെയോ മലയാളത്തിൽ പറയുന്നുണ്ട്, ഹിന്ദിയിലാണ് ആദ്യം പറയാൻ തുടങ്ങിയത്. നമ്മളെല്ലാവരും ഹിന്ദിക്കാരാന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പം അന്ന് ഞാൻ മാത്രമേ മലയാളി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളീൻ്റെ സീറ്റിൽ വേറെ ആരോ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇരിക്കുന്നുണ്ട്. പുള്ളി മിഡിൽ സീറ്റോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇടുന്നില്ല. അഗെയിൻ ടേക്ക് ഓഫിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്യണം. ഇയാൾ ഇടുന്നില്ല. ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി, ഹിന്ദി പറഞ്ഞു നോക്കി. പിന്നെ അവിടെ ഞാൻ മലയാളിയാണെന്ന് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേറെ സ്വഭാവമായി മാറും അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കി. പക്ഷെ ചെയ്യുന്നേ ഇല്ല. അവസാനം എൻ്റെ ലീഡും മലയാളത്തിൽ പുള്ളിക്കാരത്തേക്ക് അറിയുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ പറ്റുന്നില്ല. അവസാനം ഗതി കിട്ടും ഞാൻ തന്നെ മലയാളത്തിൽ പറഞ്ഞു, സാർ ഇത് മര്യാദ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഫേം ആവണം. ഇനി സമയമില്ല, നമുക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് സെക്കൻഡ്സ് ടൈമുള്ളൂ. അതിനിടയിൽ ഇത് ഇട്ടില്ലെങ്കിൽ ഇനി പ്രശ്നമാവും സാർ, വിചാരിക്കുന്ന പോലെയല്ല, അത് കയ്യിൽ നിന്ന് പോകും സാർ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് വരും, പിന്നെ ഫുൾ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ മലയാളി ആയിരുന്നല്ലേ? ഞാൻ പറഞ്ഞ മലയാളിയൊക്കെ തന്നെയാണ് സാർ, ഇപ്പോൾ പറഞ്ഞത് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എങ്ങനെയോ പിന്നെയും പുള്ളി ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി പാസഞ്ചേഴ്സിനൊക്കെ. അപ്പോൾ അത് അവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഉറങ്ങിയും തോന്നുന്നു. പിന്നെ എണീച്ച് ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു രീതിയിൽ നമുക്കത് ഇതായിട്ടില്ലായിരുന്നു, എഫക്റ്റീവ് ആയിട്ടില്ല. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഉറങ്ങി. പിന്നെ ഉറങ്ങി എണീച്ച് ലാൻഡ് ചെയ്തിട്ടും പിന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് വന്നു. ലാസ്റ്റിലാണ് പുള്ളി പോയത്. അപ്പോൾ പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഒരു കുവൈത്ത് ഫ്ലൈറ്റിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഹെവി ബാഗ് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ്ലി ഡ്രങ്ക്. ഇവിടെ നിന്ന് പോകുന്ന പാസഞ്ചേഴ്സ് വെള്ളമടിച്ച് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പോവല്ലേ, മറ്റേ വിദേശത്തേക്ക് പോവല്ലേ, അതിൻ്റെ ഒരു പാർട്ടി മൂഡിലായിരിക്കും ഇവർ വരിക. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു കൂടി. അപ്പോൾ അങ്ങനെ ഡ്രങ്ക് ആയിട്ടുള്ള പാസഞ്ചേഴ്സ് ആയിരിക്കും അധികം പോവാം. ഈ പുള്ളി ലാസ്റ്റ് വന്ന് ഹെവി ഒരു ബാഗ് അത് അയലിലിട്ടിട്ട് പോയി. അപ്പം ഞാൻ പക്ഷേ ഇതാരാ ബാഗാന്ന് ചോദിച്ചു. അപ്പോഴത്തേന് പുള്ളി അവിടെ കിടന്ന് ഉറങ്ങി. പുള്ളി സീറ്റിൽ കിടന്ന് ബോധമില്ല. പിന്നെ ഞങ്ങൾക്ക് അറിയാം ഇത് എന്താവും എന്നുള്ളത് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി,
വേഗം ആ ബാഗ് അങ്ങ് അടിയിലോട്ട് വെച്ച് സെക്യൂർ ചെയ്ത് പുള്ളീൻ്റെ സീറ്റിന് താഴെ തന്നെ അടിയിലോട്ട് ഫിക്സ് ചെയ്ത് ഭയങ്കര ഹെവി ആയിരുന്നു, എടുത്ത് പൊക്കാൻ ഞങ്ങൾക്ക് വയ്യ. ആഫ്റ്റർ ഓൾ ഞങ്ങളും പെൺകുട്ടികളാണ്, ഞങ്ങളെ ബാക്കും കംപ്ലൈൻറ്റ് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ അസിസ്റ്റൻസ് കൊടുക്കും, അൺലെസ് ആൻഡ് അൺടിൽ അതൊരു പ്രഗ്നൻറ്റ് ലേഡിയോ വയസ്സായ ഒരു സ്ത്രീയോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന സ്ത്രീകളോ അസിസ്റ്റൻസ് വേണ്ടവർക്ക് അവരെ കൈയും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അത് തന്നെയാണ്, ഞങ്ങൾക്ക് ഹെവി ബാഗ്സ് എടുക്കാനുള്ള ഇതില്ല ഞങ്ങൾക്ക് ആക്ച്വലി. അപ്പം ഞാനെടുത്താക്കി ഫ്രണ്ടിലോട്ട് പോയി തിരിച്ച് വരുമ്പോഴേക്കും എനിക്ക് ആഫ്റ്റർന്ന് കോൾ വന്നു എൻ്റെ ക്രൂ, അതിൽ ഈ സ്പീക്കിംഗ് സംതിങ് ഇൻ മലയാളം, പ്ലീസ് കം ആൻഡ് അസിസ്റ്റ് മീ. അപ്പം ഞാൻ പോയപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാം, ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് ഞാൻ ഈ സീറ്റൊക്കെ ബുക്ക് ചെയ്തതല്ലേ, എൻ്റെ ബാഗ് എടുത്ത് മുകളിലോട്ട് വെക്കുന്നു. അവിടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞു, സാറ് ടിക്കറ്റിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, അല്ലാതെ ബാഗ് എടുത്ത് വെക്കാൻ ആഫ്റ്റർ ഓൾ നിങ്ങളത് അവിടെ ഇട്ടിട്ട് പോയി, അതോ എൻ്റെ മര്യാദയ്ക്ക് ഞാനത് എടുത്ത് ഉള്ളിലേക്ക് വെച്ചു, ഇനി അതെടുത്ത് മുകളിലോട്ട് വെക്കാനുള്ള ഒരു റൈറ്റും എനിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അസിസ്റ്റൻസ് തരാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അതും പറയേണ്ട രീതിയിൽ പറയേണ്ട റെസ്പെക്റ്റ് തന്നിട്ട് നിങ്ങൾ പറയുക. ഇങ്ങനെ ഒരുമാതിരി നിങ്ങൾ സെർവൻസിനോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങളുടെ കണ്ടീഷൻ നല്ലതല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഓഫ്ലോഡ് ചെയ്യാനുള്ള റൈറ്റും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഡോർ ഓപ്പൺ ആണ്, ഞങ്ങൾ ഗ്രൗണ്ട് സ്റ്റാഫിനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടീഷൻ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഓഫ്ലോഡ് ചെയ്യും. പിന്നെ നിങ്ങൾ കുവൈത്തിലും പോകില്ല, എവിടെയും പോകില്ല, ഈ ഫ്ലൈറ്റ് പോകുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. അങ്ങനെ ഒരു റൂളുണ്ട്. ഇൻ കേസ് ഒരു പാസഞ്ചേഴ്സിന് ഓഫ്ലോഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ആ ഡെസ്റ്റിനേഷനിൽ എത്തുന്നവരെ ആ പാസഞ്ചറിന് ഗവൺമെൻറ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. ഫൈനും കൊടുക്കണം, 5000 രൂപ ഫൈനും കൊടുക്കണം. ഇത്തരം യാത്രകളിൽ എപ്പോഴും നമ്മൾ ഇൻഡിഗോയിലൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യൻ സെലിബ്രിറ്റികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ, സൂപ്പർ സ്റ്റാറുകൾ, കായിക താരങ്ങൾ, ഇങ്ങനെ നിരന്തരം ഇവരെ കാണാറുണ്ടല്ലോ. ഇതിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള, നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള VIP ആരൊക്കെയാണ് ഒന്ന് ഓർത്തെടുത്താൽ? ഫ്രീക്വൻറ്റ് ഫ്ലയറായിട്ട് നമ്മൾ ഗോവ ഗവർണർ, പുള്ളി മലയാളി തന്നെയാണ്, പുള്ളി കോഴിക്കോട്ടുകാരനാണ്. അധികവും ഫ്രീക്വൻ്റ്ലി പുള്ളിയാണ് നമ്മളെ ഫ്ലൈറ്റിൽ അധികം ഉണ്ടാവുക, ഗോവ ഗവർണർ. അപ്പോൾ അവർ വരുന്ന സമയത്ത് പറഞ്ഞ പോലെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് സെപ്പറേറ്റ്ലി പോലീസ് ഉണ്ടാകും, സെപ്പറേറ്റ് ആയിട്ട് അവരൊരു ടീം തന്നെ ഉണ്ടാവും. അപ്പോൾ അവർ ഏറ്റവും ലാസ്റ്റാണ് ബോർഡ് ചെയ്യുക. അധികം ഒരുവിധം എല്ലാവരും കാണാറുണ്ട്, പക്ഷെ ഞാൻ പേഴ്സണലി ആരും അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യാറില്ല. അഗൈൻ അവരൊരു ട്രാവൽ ടൈമാണ്, അവർ റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്, അവരൊരു പ്രൈവസി കീപ്പ് ചെയ്ത് എനിക്ക് അറിയെങ്കിൽ കൂടെ മേ ബി ഞാനൊന്ന് ചിരിക്കും. അവരെ വേക്കാണെങ്കിൽ ഞാൻ ചോദിക്കും, മാം സാർ എന്തെങ്കിലും വേണോ, കുടിക്കാൻ വേണോ? ചിലപ്പോൾ ഞാനൊരു നോട്ട് കൊടുക്കും, താങ്ക് യു നോട്ട് പോലെ. അതിൽ ഒരു ആക്ട്രസ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഉറങ്ങുമായിരുന്നു, ഞാൻ കുറേ കാലം മുന്നേ. പുള്ളിക്കാരത്തി ഉറങ്ങി, ഓവർവിങ്ങിലായിരുന്നു. ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് റിയലൈസ് ചെയ്ത് ഇതൊരു മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു നോട്ട് കൊടുത്തു, പുള്ളിക്കാരി അത് എഴുതി, ഞാനത് കൊടുത്തു, പുള്ളിക്കാരത്തി താങ്ക് യു ഒക്കെ പറഞ്ഞു പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ദിസ് വാസ് എ സ്വീറ്റ് ജെസ്റ്റർ ഫ്രം ദ ക്രൂ ഓഫ് ഇൻഡിഗോ എന്ന് പറഞ്ഞിട്ട്. മലയാളത്തിലുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ ആക്ട്രസസ് എല്ലാവരും നമ്മൾ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വേർഡ് ഓഫ് ടോക്ക് ഉണ്ടാവാറുണ്ട്. ഒരു ലോങ് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറ്, സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ഞാനൊരു പ്രൈവസി കീപ്പ് ചെയ്യും. ഞാൻ അവരെ പ്രൈവസിയിലേക്ക് അവർ റെസ്റ്റ് ചെയ്യുന്ന സമയമാണെങ്കിൽ അവരുടെ ലൈഫോ ഹെക്ടിക് ആയിരിക്കും, നമ്മൾ വെറുതെ അതിൽ കയറി ഇടപെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനത് എപ്പോഴും ഒരു കീപ്പ് ചെയ്യുന്ന ആളാണ്. അല്ല ചോദിക്കും, ഔട്ട് ഓഫ് കോർട്ടസി മാനേഴ്സിൻ്റെ പുറത്തേക്ക് ചോദിക്കും. ഈ 8 വർഷത്തെ കാലഘട്ടത്തിനിടയ്ക്ക് കണ്ടുകൊണ്ട് ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ആരാ? ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെയൊക്കെ. കുഞ്ചാക്കോ ബോബൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു, ഉണ്ണി മുകുന്ദൻ സാർ. പുള്ളീനെ ഞാൻ ഒരു പ്രാവശ്യം ഉറക്കത്തുനിന്ന് വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആഫ്റ്റർ നിൽക്കുമായിരുന്നു. ആഫ്റ്റർ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പം ഹെയർ സ്റ്റൈൽ ഞാൻ കാണുന്നില്ല, ഫേസ് കാണുന്നില്ല. അപ്പോൾ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്താണ് സ്ട്രക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഉണ്ണി മുകുന്ദനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക. ഞാൻ കണ്ടില്ല, ഞാൻ എൻ്റെ പണി ചെയ്യാൻ പോയി. അങ്ങനെ ബ്രീഫിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നു, ഓക്കെ ഉണ്ണിമുകുന്ദനെ പോലെ ഒരാളെ കണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നടന്നു വരുമ്പോഴാണ് ഇത് ഉണ്ണിമുകുന്ദൻ തന്നെയാണല്ലോ. അങ്ങനെ പുള്ളി ഉറങ്ങി വരുന്നു. അപ്പം അന്ന് ജസ്റ്റ് ഞങ്ങൾ ചോദിച്ചു അഗൈൻ കോഫി എന്തോ വേണമെന്ന് പറഞ്ഞ് കൊടുത്തു. അങ്ങനെയൊക്കെ ബോംബെ ഫ്ലൈറ്റ്സ് ഒക്കെ ആകുമ്പോൾ അധികം ഉണ്ടാവാറുണ്ട് കുറേ ആളുകൾ. പാസഞ്ചേഴ്സ് പലതരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതിനകത്തെ ആളുകൾക്ക് ഈ ചില എയർ ഹോസ്റ്റസ്മാരോട് വലിയ പ്രണയം ഉണ്ടാവാറുണ്ട്, വിവാഹാഭ്യർത്ഥന നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇൻഫാക്ട് അങ്ങനെ കല്യാണം കഴിച്ച ക്രൂ വരെ ഉണ്ട്. അങ്ങനെ ഒരു നമ്മൾ ക്രൂവിൽ തന്നെ കല്യാണമൊക്കെ ആവുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും, ലവ് സ്റ്റോറിയൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പാസഞ്ചറായിട്ട് കണ്ടുമുട്ടിയവരൊക്കെയാണ്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ പ്രണയാഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഗൈൻ അത് ഫ്ലേർട്ടിങ് രീതിയിൽ എടുക്കുന്നവരുണ്ടാവും. ക്യാബിൻ ക്രൂ ആയതുകൊണ്ട് ഫ്ലേർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ എടുക്കുന്നവരുണ്ട്. അഗൈൻ നമ്മളൊരു ബൗണ്ടറി വരച്ചിട്ട് ഞാൻ യെസ് ഓർ നോ അറിയില്ല. അഗൈൻ ഡിപ്പെൻസ് ഓൺ പേഴ്സണാലിറ്റി എല്ലാം കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ആരാണെങ്കിലും
ഒരു ബൗണ്ടറി വരച്ച് പ്രൊഫഷണൽ സ്പേസ് എന്ന് കണ്ടുമുട്ടിയെന്നിരിക്കെ ഈവൻ ആഫ്റ്റർ ഔട്ട് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളെ റെസ്പോൺസിബിലിറ്റിയാണ്. കണ്ടത് ഇങ്ങനെയാണെങ്കിലും ബാക്കി നിങ്ങളെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ അത് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എയർലൈനിൽ പലപ്പോഴും ഇൻഡിഗോയുടെ ഇൻഫ്ലൈറ്റ് മാഗസിനോ അല്ലെങ്കിൽ ആ ബുക്ക്ലെറ്റിലോ ഒക്കെ പലപ്പോഴും കാണാറുള്ളത് ഈ മാസത്തെ ഇൻഡിഗോ ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സ് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് ക്യാബിൻ ക്രൂവിനെയൊക്കെ. അപ്പോൾ നിങ്ങളെ എങ്ങനെയാണ് കമ്പനി അസസ് ചെയ്യുന്നത് ഓരോ മാസവും നിങ്ങളുടെ പെർഫോമൻസ്, അല്ലെങ്കിൽ അതിലെ മിടുക്കരെ കണ്ടെത്തുക, അതിനെ റിവാർഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് അവിടെ? അതിൽ ഈ പറഞ്ഞ പോലെ എമർജൻസി സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്, മാക്സിമം പാസഞ്ചേഴ്സിൻ്റെ അപ്രിസിയേഷൻസ് കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾ ഗ്രൂമിങ് എത്രത്തോളം പെർഫെക്റ്റ് ആണ്, അതിന് എത്രത്തോളം നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഔട്ട് ഓഫ് പ്രൊഫഷണലി ആണെങ്കിൽ പോലും നിങ്ങൾ എന്തോരം, ഇപ്പോൾ ക്യാബിൻ ക്രൂ ആണെങ്കിലും കൂടെ ചിലവർ സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് പല പല ഫീൽഡ് ഒരേ സമയത്ത് അവർ ചെയ്യുന്നവരായിരിക്കും. ചിലവർ സോളോ ട്രിപ്പ് ട്രാവലൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പ്രൊഫഷണലിയും പേഴ്സണലിയും ഉള്ളതും കൂടി അവർ നോക്കാറുണ്ട്. അങ്ങനെ അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. പല യാത്രകളും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഇതിനിടയ്ക്ക് പ്രശ്നങ്ങളായിട്ട് വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് ഈ ഫ്ലൈറ്റിനെ അല്ലെങ്കിൽ അവിടെ ഈ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്നതിലൊക്കെ അത് ബാധിക്കില്ലേ? അങ്ങനെ സംഭവങ്ങളുണ്ടോ? അതെ, അതിൽ എൻ്റെ അമ്മൂമ്മ മരിക്കുന്ന സമയത്തുള്ള ഒരു കാര്യമാണ്. അതിന് മുന്നേ നമ്മൾ പല പാസഞ്ചേഴ്സ് ഇപ്പോൾ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ അവരെ ആരെങ്കിലും മരിച്ച ആളുകളുടെ ഹ്യൂമൻ റിമെയിൻസ് കൊണ്ടുവരുന്ന പാസഞ്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനങ്ങനെ കാണാറുള്ളൂ. ഓക്കെ, അവർ ഭയങ്കര സെൻസിറ്റീവായി ഡീൽ ചെയ്യേണ്ട സിറ്റുവേഷനാണ്, അവരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറണം എല്ലാം അറിയാം. അപ്പം അന്ന് വരെ ഞാനത് ഫേസ് ചെയ്തിട്ടില്ല. അതേപോലെ എൻ്റെ ഫ്ലൈയിങ്ങിൻ്റെ സമയത്ത് പോലും ഇനീഷ്യൽ ഡേയ്സിൽ ഒരു ക്രൂ, ഞങ്ങൾ സെക്യൂറൻസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ലീഡ് തന്നെയായിരുന്നു. പുള്ളിക്കാരി സെക്യൂറൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പിടിച്ചങ്ങ് പുഷ് ഐ മീൻ ലൈക്ക് പുള്ള് ചെയ്തിട്ട് ഗാലിയിലോട്ട് കൊണ്ടുപോയി. ഞാൻ വെച്ച് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എനിക്കറിയില്ല എന്താ കാര്യം എന്നുള്ളത്. അങ്ങനെ പോയി ഞാൻ വെച്ചാൽ എന്താ വാട്ട് ഹാപ്പൻ എന്ന് ചോദിച്ചപ്പം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ടേക്ക് ഓഫിന് കുറച്ച് മൊമെൻറ്റ്സ് മുന്നേ. പക്ഷെ എന്താ പറ്റുമെന്ന് വെച്ചാൽ അവൾക്ക് പറയാൻ പറ്റില്ല, അവൾ ഏങ്ങി കരയുക. ഞാൻ പറഞ്ഞു എൻ്റെ അങ്കിള് മരിച്ചുപോയി, ഞാൻ ഇപ്പോഴാണ് ആ മെസ്സേജ് കാണുന്നത്. അപ്പോൾ ആ ടേക്ക് ഓഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇറങ്ങാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം എനിക്ക് ഇത്രയും പാസഞ്ചേഴ്സിനെ നോക്കാനുണ്ട്, പുള്ളിക്കാരിയും ഡൗൺ ആവാതെ നോക്കണം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എനിക്കത് മനസ്സിലായില്ല എന്തായിരിക്കും അവളുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷേ ആ ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയപ്പോഴാണ് എനിക്കതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലായത്. ഇത് സംഭവിക്കുന്ന കഴിഞ്ഞ വർഷം 2024 അപ്പം 2024 യെസ്. അന്ന് എൻ്റെ അമ്മൂമ്മ ഓൾറെഡി കോവിഡ് വന്നിട്ട്, കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഫ്ലൈയിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലൈയിങ് വന്ന് ആ ഫ്ലൈയിങ്ങിലൂടെ തന്നെ എനിക്ക് കോവിഡ് വരുന്നത്. കോവിഡ് വന്ന് പിന്നെ എൻ്റെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവർക്കും സ്പ്രെഡായി. അങ്ങനെയാണ് പുള്ളിക്കാരത്തേക്ക് കോവിഡ് വരുന്നത്. പക്ഷെ അത് സിവിയറിറ്റി ആയിപ്പോയി, ന്യൂമോണിയ വന്നു. അങ്ങനെ പിന്നെ അങ്ങ് ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു. ബട്ട് സ്റ്റിൽ ഷി വാസ് 68, മരിക്കേണ്ട ഒരു പ്രായമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കോഴിക്കോട് പോയതാണ്, ഞാൻ കൊച്ചിയിലാണ്. അന്ന് അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ തമ്മിൽ ആക്ച്വലി ഒരു ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഞാൻ മസ്കറ്റ് ഫ്ലൈറ്റിന് പോകുന്ന സമയത്ത് ഇറങ്ങി ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ പോകുമ്പോൾ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ രാവിലെ അമ്മമ്മയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറിയ ഫിറ്റ്സ് പോലെ വന്നു. അപ്പം ഞാൻ ഹോസ്പിറ്റലൊക്കെ വന്ന് കൊണ്ടുപോയി ICUവിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ അത് സാധാരണ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അത്ര സീരിയസ് ആക്കി നമ്മൾ എടുത്തില്ല. പിന്നെ ഞാൻ ഫ്ലൈറ്റിന് പോയി, ഞാൻ അനിയത്തിനെയും അച്ഛനെയൊക്കെ വിട്ടു, കോഴിക്കോട്ടേക്ക് വിട്ടു. ഞാൻ ഫ്ലൈറ്റിന് പോയി, മസ്കറ്റിലോട്ട് പോയി. അവിടെ എത്തിയപ്പോഴാണ് ഡോക്ടർ പറയുന്നത് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം പോയിട്ടുണ്ട്, സൈലൻ്റ് അറ്റാക്ക് ആയിരുന്നു, നമ്മൾക്കത് മനസ്സിലായില്ല, ടൈമും കുറേ ആയി, അപ്പം ജീവനുണ്ട് പക്ഷേ കുറച്ച് നിമിഷത്തിനുള്ളിൽ അത് പോകും. അപ്പോൾ അത് പിടിച്ചു നിൽക്കാൻ വെന്റിലേറ്ററിൽ വെച്ചതാണ്. അപ്പോൾ നമ്മൾ പോയി ഇതൊക്കെ ഒരു മൊമെൻ്റാണ്. ഞാൻ മസ്കറ്റിലായതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് വരാനൊരു ഓപ്ഷൻ ഇല്ല, ആകെ ഒരൊറ്റ ഫ്ലൈറ്റ് ഉള്ളൂ. അത് പിറ്റത്തെ ദിവസമാണ് വരുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുള്ളൂ. ഈ അറിയുന്നത് ഞാനൊരു ഫുൾ ഒരു 21 മണിക്കൂർ ലേ ഓവറിലാണ് ഞാനത് അറിയുന്നത് ഇങ്ങനെ. അപ്പം എനിക്ക് വേണ്ടി പിടിച്ചു വെച്ചതാണ് ആ ജീവൻ. അപ്പം ഞാൻ ലാൻഡ് ചെയ്ത് ഞാൻ അവിടെ എത്തി കാണുന്നത് വരെ ജീവനുള്ളൂ, ജീവൻ മാത്രമേ ഉള്ളൂ, എനിക്ക് സംസാരിക്കാൻ ഇനി ആളില്ല. അപ്പം ഞാനത് ഒരുപാട് തോട്ട്സ് ആയിരിക്കും നമ്മൾ ഉള്ളിലൂടെ പോകുന്നത് ആ സമയത്ത്. 25 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, സ്വന്തം ഫാമിലിയിൽ
അതും ലാസ്റ്റിൽ എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടായിരുന്നോ, നമ്മൾ ഭയങ്കര ഒരു ഫ്രണ്ട്സിനെ പോലെ, അത് ചോദിക്കാൻ പറ്റിയില്ല. എന്തെങ്കിലും ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല. എനിക്ക് ഫുഡ് ഇറങ്ങുന്നില്ല, ഞാൻ മെൻ്റലി സ്ട്രെസ്ഡ് ഔട്ടാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഉറങ്ങിയിട്ടില്ല ഞാൻ. പക്ഷേ ആ ഫ്ലൈറ്റ് എനിക്ക് ഓപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ കയറി പറ്റുന്ന പോലെയൊക്കെ ഞാൻ വിങ്ങി പൊട്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ എനിക്കതെൻ്റെ പാസഞ്ചേഴ്സിൻ്റെ മുന്നിൽ കാണിക്കാൻ വയ്യ. ഞാൻ ലാബറട്ടറി പോയി, ഞാൻ കരഞ്ഞു, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ കരഞ്ഞു, റെഡിയാക്കി ടിഷ്യൂ വെച്ചെല്ലാം തുടച്ച് ഞാൻ പുറത്തിറങ്ങി. പിന്നെ ഞാൻ ചിരിച്ച് കളിച്ച് എൻ്റെ പാസഞ്ചേഴ്സിൻ്റെ മുന്നിൽ നിന്നു. ഞാൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് പെട്ടിയും കിടക്കി എല്ലാം എടുത്ത് അങ്ങ് പോയി. കോഴിക്കോട് വരെ ഡ്രൈവ് ചെയ്ത് പോയി. അന്ന് ഭയങ്കര ഹെവി മഴയൊക്കെ ആയിരുന്നു, എത്താൻ പറ്റിയില്ല. പക്ഷെ എന്നാലും ഒരു 2:30 ആയപ്പോൾ ഞാൻ എത്തി. വെൻറ്റിലേറ്റർ ഡോറ് തുറന്നു, ഞാൻ പോയി. അന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, ജീവൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ മുന്നിൽ നിന്നിട്ട് ഞാനൊരു ക്ഷമ ചോദിച്ചു, മനസ്സുകൊണ്ട് ഞാനൊരു ക്ഷമ ചോദിച്ചു. എനിക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല, സംസാരിക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് എനിക്ക് ചെയ്യാൻ ഒന്നും പറ്റില്ല, അതെൻ്റെ ഫ്ലൈയിങ് കൊണ്ടാണ്. അങ്ങനെ അത് കണ്ടൊരു 10 മിനിറ്റിന് ശേഷം വെൻറ്റിലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്തു. പിന്നെ അമ്മൂമ്മ മരിച്ചു. പക്ഷേ അതിന് ശേഷമുള്ള ലൈഫൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു ദിവസം ഞാൻ ആ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് ആസ് എ ക്യാബിൻ ക്രൂവിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളോട് പറഞ്ഞാൽ, വീട്ടിൽ അച്ഛൻ, അമ്മ, 2 അനിയത്തിമാരാണ് ഇപ്പോൾ ഉള്ളത്. അനിയത്തിമാർ, ഒരാൾ ഇപ്പം ആക്ച്വലി ക്യാബിൻ ക്രൂവിൻ്റെ ഇതിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. ആൾക്ക് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിഗോയിൽ തന്നെ മിക്കവാറും ജോയിൻ ആയിട്ടുണ്ട്. പക്ഷേ ഇനി ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചെറിയ ആൾ +2 കഴിഞ്ഞു, ഇനി ആൾ എഡ്യൂക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഫാമിലി കോഴിക്കോട് തന്നെയാണ്. അവരിപ്പോൾ എൻ്റെ കൂടെ കൊച്ചിയിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട് കൊച്ചിയിലുണ്ടാക്കി, ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കി, ഞാൻ തന്നെ ഒരു കാറൊക്കെ വാങ്ങി. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി ഒരു ഗ്രോത്ത് കൂടി ഞാൻ മുന്നിൽ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം കോഴിക്കോട് വീടുണ്ട്. കോഴിക്കോട് അവർ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ അവിടെ പോയി നിൽക്കും, അല്ലാത്തപ്പോൾ അവരിങ്ങോട്ട് വരും. അങ്ങനെ ഒരു ഓണ്ടർപ്രണർ ആവാൻ സ്വപ്നം കണ്ട ആളാണ്. ഇനിയുള്ള ഭാവിയിലെ ജീവിതത്തിൽ അത് കാണുന്നുണ്ടോ? അതോ എയർലൈൻ എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി ഇങ്ങനെ തന്നെ കുറേ കാലം പോകാനാണോ ആഗ്രഹിക്കുന്നത്? ഡെഫിനറ്റ്ലി ഞാനത് പെർസീവ് ചെയ്യും. എനിക്ക് ആഗ്രഹിച്ചൊരു ഫീൽഡായിരുന്നു. ഐ മീൻ ഞാൻ ജീവിതത്തിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഈ ജോലിയിൽ നിന്നാണ്. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ഇത് സംസാരിക്കുന്നത് പോലും ഈ ജോലി കാരണമല്ലേ. അതിന് ഞാൻ അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ, ഞാൻ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, ഞാൻ ആൾക്കാരെ മനസ്സിലാക്കിയത്, അതിൽ നിന്ന് ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ലൈഫിൽ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. കമ്പാരിസൺസ്, റിഗ്രറ്റ്സ്, കംപ്ലയിൻറ്റ്സ്. ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ലൈഫിൽ ബെറ്ററായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. വേണ്ടത് ഞാൻ ലൈഫിൽ നിന്ന് പഠിച്ചത് ഗ്രാറ്റിറ്റ്യൂഡ് വേണം. നമുക്ക് എന്തൊക്കെയാണോ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ളത് അതിൽ നമ്മൾ ആ ഒരു നന്ദി എന്നും നമുക്ക് ലൈഫിൽ ഉണ്ടാവണം. നമ്മൾ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്നൊരു ജോലിയിലാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. അപ്പം അതിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക, ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത കാണിക്കുക. നമ്മളെന്താണോ പറയുന്നത്, നമ്മളെന്താണോ ചെയ്യുന്നത്, നമ്മളെന്താണോ പ്രവർത്തിക്കുന്നത്, അതൊരു അലൈൻമെൻറ്റിൽ നമ്മളെന്തും ചെയ്യണം. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ക്ഷമ, ജീവിതത്തിൽ ക്ഷമ ഇല്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ മേ ബി ഇന്ന് നടന്നില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ നടക്കും. ഞാനത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യും. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് ഹോപ്പ് ഉണ്ട്, എനിക്ക് ഫെയ്ത്ത് ഉണ്ട്, അത് നടക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും. അതെൻ്റെ കോൺഫിഡൻസ് തന്നെയാണ്. ഏതായാലും ആ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ. ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി. താങ്ക് യു. സാറിനും അതേപോലെ തന്നെ അഭിനന്ദനങ്ങൾ. അധികം ആരും അറിയാത്തൊരു മേഖലയിൽ അല്ലെങ്കിൽ ചിന്തിക്കാത്ത മേഖലയിലുള്ള ആൾക്കാരെ വിളിച്ച് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഷോ ചെയ്യുന്നതിൽ സാറിനും സാറിൻ്റെ എൻറ്റയർ ടീമിനും വലിയൊരു അപ്രിസിയേഷൻ. അത് വലിയൊരു നല്ലൊരു കാര്യമാണ്. അതും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യു ഓൾസോ സർ. താങ്ക് യു.